ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഗൈസ് നമ്മളെ ഗോഡ് ഓഫ് വാറിൻ്റെ മൂന്നാമത്തെ വീഡിയോ ആണ് ഗൈസ്. പക്ഷേ വീഡിയോ റെക്കോർഡ് ചെയ്തപ്പോൾ ഒരു അബദ്ധം പറ്റി ഗൈസ്. സംഭവം ഞാൻ എൻ്റെ ഹെഡ്സെറ്റിലെ മൈക്കാണ് സാധാരണ യൂസ് ചെയ്യുന്നത്. പക്ഷേ ഞാൻ OBSൽ റെക്കോർഡ് ചെയ്ത് കൊണ്ടുവന്നപ്പോഴത്തേക്കും മൈക്ക് ജസ്റ്റ് ഒന്ന് മാറി, വെബ് ക്യാമിൻ്റെ മൈക്കായി പോയി ഗൈസ്. അപ്പം എൻ്റെ വോയിസ് വളരെ കേൾക്കാൻ പറ്റില്ല, അങ്ങനെ തന്നെ പറയാം, കേൾക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാനിപ്പോൾ ഇത് ഫുള്ള് വോയിസ് ഓവറാണ്, കാരണം ഞാൻ ഗെയിം സേവ് ചെയ്ത്, അല്ലെങ്കിൽ ഞാൻ ഒന്നേന്ന് കളിക്കില്ല ഗൈസ്, അതിന് വയ്യ. അപ്പോൾ ഞാനിത് ഫുൾ വോയിസ് ഓവർ ചെയ്ത് തരാം ഗൈസ്. അപ്പം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം, ക്ഷമിക്കണം ഗൈസ്. അടുത്തോട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. ഈ വീഡിയോ അടുത്ത വീഡിയോയും വോയിസ് ഓവർ ആയിരിക്കും ഗൈസ്. അത് കഴിഞ്ഞിട്ടുള്ളതൊക്കെ നമുക്ക് നേരെ എടുക്കാം. അപ്പോൾ ഓക്കെ ഗൈസ്, ഇത്രേ ഉള്ളൂ. നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. ലെറ്റ്സ് ഗോ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഇവിടെ വെച്ചാണ് ഗൈസ് നമ്മൾ ഗെയിം നിർത്തിയത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കി വിട്ട് കളിക്കാം. നമുക്കിപ്പോൾ പാലത്തിൻ്റെ അപ്പുറത്തോട്ട് പോകണം. അപ്പോൾ അവിടെ ആരൊക്കെ ഉണ്ടെന്നൊരു വിശ്വാസം. ഞാൻ അവിടെ പോയി ആ സൈഡിൽ പോകണം. ആ സൈഡിൽ പോകാനുള്ള വഴി ഞാൻ എത്ര നോക്കിയിട്ട് എനിക്ക് കിട്ടിയില്ല. ആ സൈഡിൽ പോയാൽ നമുക്ക് അവിടെ എന്തോ ചെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ എടുക്കാൻ പറ്റില്ല. എനിക്കൊരു കണ്ടിട്ട് നമ്മൾ പോകുമ്പം ഒരു സുഖമില്ല ഗൈസ്. ഇവിടെ ഇപ്പോൾ ഉണ്ട് ഗൈസ്, ഇവൻ ഇച്ചിരി പ്രശ്നമാണ്. ഇവന് നമുക്ക് ആക്സിറ്റ് വെട്ടാൻ പറ്റില്ല, നമുക്ക് അറിയാമല്ല ഗൈസ്. നമ്മൾ 2 വർഷം കളിച്ചപ്പോൾ നിങ്ങൾ കണ്ടാണ്, കൈ കൊണ്ട് പിടിച്ച് വന്നാലേ അവൻ ചാവത്തുള്ളൂ. അവനെയാണ് ഇച്ചിരി പ്രശ്നം, ബാക്കിയൊന്നും വിഷയമില്ല. എനിക്കാണെങ്കിൽ ആക്സില്ലാതെ ഫൈറ്റ് ചെയ്യുമ്പോൾ ഒരുമാതിരിയാണ്. വേറെ ഹാൻഡ് കൊണ്ട് ഫൈറ്റ് ചെയ്യുമ്പോൾ ഒരു സുഖമില്ല. ഇപ്പോൾ ഒരു തള്ളച്ചേടി കേസ്, ആ തള്ളച്ചയാണ് സഹിക്കാൻ വയ്യാത്ത. ആ കിളവിയാണ് കണ്ട എവിടെ എന്തെങ്കിലുമൊക്കെ ഒന്ന് അടിച്ചിട്ട് അങ്ങ് പൊക്കളയും ചെയ്യുമെന്ന് പറ. ആ ചെറുക്കൻ്റെ അമ്പ് മാത്രമേ തള്ളച്ചി കൊള്ളുള്ളൂ. നമ്മളടിക്കാൻ പോകുമ്പോൾ തള്ളച്ചി മായാജാലായി പോകും. അവരുടെ കൂടെ കുറേ എണ്ണം അല്ലാതെ ഉണ്ട്. ചെയ്യുമെന്ന് പറയും മൊത്തം കുഴപ്പം കണ്ടാ. തള്ളച്ചിയാണെങ്കിൽ ഒരു തരത്തിൽ സമ്മതിക്കില്ല ജീവിക്കാൻ പോകാൻ. ചെയ്യുന്നത് വേണ്ടി ഓടി 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 കണ്ട മഞ്ഞു ഒരു മാതിരിപ്പെട്ട ഒരു സ്ത്രീയാണ്. ഇഷ്ടമല്ല അവർ സ്വന്തം ആൾക്കാരെ വരെ അവർ നോക്കിയിട്ട് കൊല്ലാതൊക്കെ എടുക്കും. പച്ചാവും ഒരു വീട്ടിൽ ഇവിടെ ഉള്ളൂ. മതി അമ്മമാരൊക്കെ പിന്നെ നമുക്ക് എങ്ങനെയും ഡോഡ്ജൊക്കെ ചെയ്ത് അടിക്കാൻ കഴിച്ചു. കള്ളച്ചിയാണ് വിഷയം, കള്ളക്കട നമ്മൾ ഓച്ചാട്ടികളെ കിട്ടുന്ന 10 തീർന്നു ഞങ്ങൾ. ഓനോടെ ഉള്ളതെന്ന് തോന്നുന്നു. ചേട്ടൻ്റെ അടുത്ത് തീർത്ത് കഴിഞ്ഞാൽ പിന്നെ പരിപാടി ചെയ്യും. ചേർക്കാൻ പിന്നെ നമുക്ക് ഫുൾ സപ്പോർട്ടാണ് എപ്പോഴും, അതുകൊണ്ട് പിന്നെ വലിയ വിഷയമില്ല. കേസ് ഇതിനകത്ത് ഏറ്റവും മെയിൻ സാധനം തന്നെ ലൂട്ട് ഫുൾ എടുക്കണം കേസ്, ഇല്ലെങ്കിൽ നമുക്ക് അപ്ഗ്രേഡ്സ് ഒന്നും നടക്കില്ല. അതുകൊണ്ട് കാണുന്ന പെട്ടിയും പാട്ടയും എല്ലാം അടിച്ച് പൊട്ടിച്ച് ഇടുക്കമുള്ള എല്ലാം എടുത്തെടുത്ത് പോകണം കേസ്. ഇല്ലെങ്കിൽ നമുക്ക് റിസോഴ്സസ് കുറവാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കേസ്. അവസാനം ഓരോരുത്തന്മാരും നമ്മളെ തുപ്പിയിട്ട് പോകും, ഭയങ്കര പ്രശ്നമാണ്. ഇപ്പം തന്നെ ഞാൻ കുറേയൊക്കെ എടുത്തിട്ട് ഒരു അപ്ഗ്രേഡ്സ് നടക്കല്ലേ കേസ്. ഞാൻ മാക്സിമം എടുത്തെടുത്താണ് പോകണം, റിസോഴ്സ് എല്ലാം എടുത്തെടുത്താണ് പോകണം. പക്ഷേ എന്നിട്ട് ഒരു അപ്ഗ്രേഡ് ചെയ്യാൻ ഭയങ്കര പാടാണ്. അപ്പോൾ പിന്നെ എടുക്കാതെ പോയാൽ പിന്നെ അറിയാലേ തോക്കും. നമ്മളെ ഗെയിം പ്ലേ നല്ല ടഫാവും. ഗെയിം പ്ലേ അല്ല, ഗെയിം നല്ല ടഫാവും. ഗെയിം പ്ലേ ടഫാവും, വേറെ കാര്യം. അങ്ങോട്ടൊന്നും പോകാൻ ഒരു വഴിയില്ല ഗൈസ്. ഞാൻ അവിടെ ഫുള്ള് കറങ്ങി നടന്ന് നോക്കി, ഒരു വഴിയില്ല. ഞാൻ പിന്നെ വിചാരിച്ചു ഇനിയിപ്പം കറങ്ങി എല്ലാം വരാൻ പിന്നീട് എപ്പോഴെങ്കിലും ഇതുവഴി തന്നെ വരേണ്ടി വരും എന്നൊരു ഇതിലാണ് ഞാൻ പിന്നെ എടുക്കാതെ അങ്ങ് പോയത്. കാരണം മിക്കവാറും നമ്മൾ ഈ വഴി വീണ്ടും വരേണ്ടി വരും, അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ഒരു വഴി കാണണമല്ല. കാരണം ഞാനിത് ഫുൾ അരിച്ച് പറക്കി നോക്കിയാണ്, ഇവിടെ അങ്ങ് ഒരു വഴി പോലും ഇല്ല നമുക്ക് അവിടെ കയറാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ അത് കമൻറ്റ് ചെയ്യണം കേട്ടോ ഗൈസ്. നമുക്ക് ഞാൻ നോക്കിയിട്ട് കണ്ടില്ല, നിങ്ങളൊക്കെ അറിയാമെങ്കിലാ ഏത്
മാക്സിമം എല്ലാം പൊട്ടിച്ച് ഇടിച്ചൊക്കെ എടുത്തോണ്ട് പോണത്. കാരണം എല്ലാ പെട്ടിയും തുറന്ന് അവിടെയുള്ള ചട്ടിയും വട്ടിയും എല്ലാം പൊട്ടിച്ച്. എന്നിട്ട് തന്നെ എനിക്ക് പറ്റണില്ല ഗൈസ്. ഒന്നും അപ്ഗ്രേഡ് ചെയ്യാൻ കിട്ടില്ല. വളരെ കുറച്ച് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ ഇതൊക്കെ കിട്ടിയിട്ട്. അങ്ങനെ നമ്മൾ പുതിയൊരു സ്ഥലത്തുണ്ട്. ഇവിടെ ഇനി അവനൊക്കെ They're untouched. Look. Someone start the fires. Sigmund, your knives. So many days without meat. Meat? Wait, us? Behind me. What if they നമ്മളാണ് കേസ് അവർ മീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ കൊന്ന് തിന്നാനുള്ള പരിപാടിയാണ്. പക്ഷേ ക്രാറ്റസ് വിട്ടുകൊടുക്കും. നെല്ലെണ്ണത്തിന് അടിച്ച് തൂക്കാനാക്കും. ഇതൊക്കെ ഒരടിക്കേ ഉള്ളൂ. ഒറ്റ അടിക്ക് ഇങ്ങനെ ചാവും. അങ്ങനെ കുറച്ച് അപ്ഗ്രേഡൊക്കെ ചെയ്തായിരുന്നു. കുറച്ച് സ്കില്ലൊക്കെ അപ്ഗ്രേഡ് ചെയ്തായിരുന്നു. അതുകൊണ്ട് പിന്നെ എളുപ്പമുണ്ട്. മറ്റേ ഐസ് വരയ്ക്കുന്ന അപ്ഗ്രേഡൊക്കെ ഞാൻ ഇപ്പോൾ ചെയ്തത്. ഐസ് അതാണ്. രണ്ടടി നമ്മൾ നോർമൽ അടിച്ചിട്ട് 3 നോർമൽ അടി അടിച്ചിട്ട് 4ാമത്തെ ഒരു ഹെവി കിക്ക് അടിക്കുമ്പം ഐസ് കണക്കെന്തോ സാധനം. അപ്പോൾ നല്ല ഡാമേജ് എടുക്കും. ഇവിടെ നിന്ന് വരുന്നുണ്ട്. ഞാൻ സത്യം പറഞ്ഞിട്ട് കളിച്ച സമയത്ത് അവൻ വന്നപ്പോൾ ഞാൻ സത്യത്തിൽ പേടിച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് നല്ല ഞാൻ പല്ലോടെ പേടിച്ച്. ഞാൻ വൈസൊക്കെ എടുത്ത് എറിഞ്ഞ ആ സമയത്ത് സൈഡിൽ ഇത് വന്ന് പിടിച്ച് കേസ് നമ്മളെ. ഞാണ്ട ഇവിടെ തന്നെ കിടക്കണം. ചെറുക്കന് ചോര കുറച്ച് ഇഷ്യൂ ആണ്. നമ്മൾ മുമ്പേ കണ്ടല്ല മറ്റേ മാനയൊക്കെ കൊന്നപ്പോൾ ചോര എണ്ണപ്പോൾ മൊത്തത്തിൽ മൈൻഡ് ഔട്ടായി. എന്ത് പയ്യനാന്ന് തന്തയെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ട്. കണ്ട പറ്റല്ല അവന് പറ്റല്ല അതാണ് സംഭവം. Close your heart to it. Come then. We have a long journey. അടുത്തവന്മാർ നേരത്തെ കത്തവന്മാരെല്ലാം ഈ ഐസായി ഗൈസ്. നമ്മൾ ഹ്യൂമൻസിനെ കൊന്ന ഹ്യൂമൻസ് എല്ലാം മറ്റേ സാധനമായി. പക്ഷേ ഇവന്മാരെ ഇപ്പം ആക്സിഡൻറ്റ് അടിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണം. കാരണം ഇവന്മാർ മറ്റേനത്ര നീലമല്ല. പക്ഷേ ഞാൻ അടിച്ചാലില്ല എനിക്ക് തോന്നണം. നോക്കട്ടെ ഒരു രീതി അല്ല ഞാൻ കൈകൊണ്ടാണ് അടിച്ചത് എല്ലാത്തിലും. ഓക്കെ അപ്പോൾ ഇത് തന്നെ മറ്റേ നീല കാര്യങ്ങളൊക്കെ ഗൈസ്. ഭയങ്കര വിശ്വാസം. ഞാൻ ആക്ട് അടിച്ച് നോക്കിയില്ല. പക്ഷേ എവിടെയോ ഒരു പാർട്ടിൽ ഞാൻ ആക്സിഡൻറ്റ് അടിച്ചപ്പോൾ വർക്കായി. കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ ആക്സിഡൻറ്റ് അടിച്ച് വർക്കായിരുന്നു ഒരാൾക്ക്. ഞാൻ അപ്പോൾ പറയുകയും ചെയ്തു. ഒരാൾക്ക് മാത്രം എന്തോ ആക്സിഡൻറ്റ് അടിച്ച് വർക്കായി. എന്താണെന്ന് എനിക്കറിയാം. ഈ രണ്ട് വേരിയൻ്റ് ആണെന്നാണ് തോന്നണം. പക്ഷെ എനിക്കൊന്ന് നമ്മൾ കൈകണ്ടിക്കുള്ള ഇച്ചിക്കൂടെ ബ്ലൂയിഷ് കളറാണ്. ഇത് അത്ര ബ്ലൂയിഷ് അല്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു രോമാരൊക്കെ ആക്കിയിട്ട് അടിക്കാമായിരുന്നു തോന്നുന്നു. ഞാൻ അടിച്ച് നോക്കിയില്ല, അതുകൊണ്ട് എനിക്ക് അറിഞ്ഞൂടാ. നിങ്ങൾക്ക് അറിയെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എല്ലാം കമൻറ്റ് ചെയ്യും. കമൻറ്റിലൊന്നും ആരും ഇല്ല സത്യം. എനിക്ക് കമൻറ്റൊക്കെ വളരെ കുറച്ചാണ് കിട്ടുന്നത്. വ്യൂസേ കുറവാണ്. അത് കുഴപ്പമില്ല. നമ്മൾ തുടങ്ങിയല്ലേ ഉള്ളൂ, സമയമുണ്ട്. പയ്യെ വന്നാൽ മതി. Find something to pull me up. Okay. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറേ നേരം ഇത് വോയിസ് പറയേണ്ടുന്ന കാര്യം എന്ന് പറയുമ്പോൾ ഞാൻ ഇത് ഡിസ്പ്ലേ ക്യാപ്ചർ വർക്കായില്ല, ഓബിയസ്ലി വർക്കായില്ല. ഞാൻ സ്ഥിരമായിട്ട് ഓബിയസിലാണ് എടുക്കുന്നത്, റെക്കോർഡ് ചെയ്യുന്നത്, സ്ട്രീമൊക്കെ ഓബിയസിലാണ്. പക്ഷേ ഇന്ന് നോക്കിയപ്പം ഗെയിം ക്യാപ്ചർ വർക്കാവില്ല, ബ്ലാക്ക് ആയിട്ട് എടുക്കണം. അങ്ങനെ പിന്നെ അതിനകത്ത് ഡിസ്പ്ലേ ക്യാപ്ചർ ഇട്ടപ്പോൾ ഒരു പുകമയം. അപ്പോൾ ഒന്നും അറിയാൻ വയ്യ. അങ്ങനെ ഞാൻ സ്ട്രീം ലാബ്സ് ഡൗൺലോഡ് ചെയ്ത് സ്ട്രീം ലാബ്സിൽ ഗെയിം കഴിച്ചിട്ടപ്പോൾ അതിനകത്ത് വർക്കാവില്ല. അങ്ങനെയാണ് ഞാൻ പിന്നെ അതിനകത്ത് അതിനകത്ത് ഗെയിം ക്യാപ്ചർ വർക്കായില്ല, ഡിസ്പ്ലേ ക്യാപ്ചർ ഇട്ടിട്ട് എടുത്തത്. അപ്പോഴാണ്
ഐ ഓബിയസ്ലി ഞാൻ ഇപ്പോൾ ഡീഫോൾട്ട് മൈക്ക് എൻ്റെ Oh boy. ഈ ഹെഡ്സെറ്റ് തന്നെയാണ് Give കൊടുത്തേക്കുന്നത്. up this easily. പക്ഷേ Close to the start. സ്ട്രീം ലാബ്സിൽ വന്നപ്പം ഡീഫോൾട്ട് I'm not giving up. I മറ്റേതായി can പോയി. do this. കണ്ടോ ഇതൊക്കെ എൻ്റെ പുതിയ സ്കില്ലാണ് ഗൈസ്, You know, പുതിയ അപ്ഗ്രേഡ്സ് ആണ് അതൊക്കെ. catch my breath. അപ്പം എന്തായിരുന്നു മൈക്ക് വർക്കായില്ല. അപ്പം ഞാൻ ഫുള്ള് സംസാരിച്ചതൊന്നും കിട്ടിയില്ല, ഫുള്ളല്ല ഒന്നും സംസാരിച്ച് കിട്ടിയില്ല. അങ്ങനെ ഇപ്പം ഇരുന്ന് ഞാൻ വോയിസ് ഓവർ ചെയ്യുന്ന ഗൈസ് കഷ്ടപ്പാടാണ് വോയിസ് ഓവർ ചെയ്യുന്നത്. കുറച്ച് പ്രശ്നങ്ങളൊക്കെ കാണും ഗൈസ്, അതൊക്കെ നിങ്ങൾ ക്ഷമിക്കണം. ഈ വീഡിയോ അടുത്ത വീഡിയോ മാത്രമേ അങ്ങനെ കാണത്തുള്ളൂ, ബാക്കിയെല്ലാം നമ്മൾ സെറ്റാക്കാം. ഞാനിപ്പം യൂട്യൂബ് ചാനൽ തുടങ്ങിയല്ലോ ഗൈസ്, അപ്പം ഓരോരോ പ്രശ്നങ്ങൾ ഇങ്ങനെ വരുമ്പോഴല്ലേ നമുക്കത് ശരിയാക്കി വരാൻ പറ്റുള്ളൂ. അത് Must not feel for his enemy. മനസ്സിലാക്കണം എൻ്റെ അവസ്ഥ. The road ahead is long and unforgiving. No place for a boy. You must be a warrior. I understand. ഞാൻ ഉള്ള വഴിയെല്ലാം പോയി ഗൈസ്, പറ്റണ എല്ലാം എടുത്തോണ്ടാണ് പോയി. പക്ഷെ ഇപ്പം ഞാൻ ഈ വീഡിയോ കണ്ടപ്പോൾ ഞാൻ അവിടെ ശ്രദ്ധിച്ചായിരുന്നു ഒരു സാധനം നമ്മൾ എടുക്കാതെയാണ് പോകുന്നത്. അത് സംഭവം ഞാൻ അവിടെ അതുവഴിയാണ് ശരിക്കും പോകാനുള്ളതെന്ന് വിചാരിച്ചാണ് വന്നത്. പക്ഷെ ഇവിടെ നിന്ന് കുറച്ച് ഫ്രണ്ടോട്ട് പോയപ്പോൾ മനസ്സിലായി അതുവഴിയല്ല പോകാനുള്ള, ഇപ്പുറ സൈഡിൽ കൂടെ വഴിയുണ്ട്, അവിടെ നിന്ന് പോകാനുള്ളതെന്ന്. അങ്ങനെ ഞാൻ പിന്നെ വീണ്ടും അവിടെ പോകും. അപ്പോഴാണ് മറ്റേ നമ്മളിപ്പോൾ എടുക്കാതെ മിസ് ചെയ്ത ഒരു സാധനം ഉണ്ട് അവിടെ. ആ സാധനം ഞാൻ പിന്നെ പോയി എടുക്കും. അതുകൊണ്ടാണ് എനിക്ക് ഒന്നും മിസ് ചെയ്തില്ല, ഇതുവരെ ഞാൻ ഒന്നും മിസ് ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഉറപ്പ്. നീ പറഞ്ഞൂടെ കേസ്, ഇല്ലെങ്കിൽ ഞാൻ ഇനി ഇരുന്ന് ആരെങ്കിലും യൂട്യൂബ് ചാനലിരുന്ന് ഗെയിം പ്ലേ ഫുള്ള് കാണേണ്ടി വരും, എന്തെങ്കിലും മിസ് ചെയ്യുന്നുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അതിനൊന്നും എനിക്ക് കേസ് ഗെയിം പ്ലേ ഉണ്ട്. ഞാൻ ഇത് ഒരു പ്രാവശ്യം പണ്ട് കണ്ടതാണ് കേസ്, പക്ഷേ എനിക്ക് വലിയ ഓർമ്മയൊന്നുമില്ല. ഇതൊക്കെ ഇറങ്ങിയിട്ട് കുറേ വർഷമായല്ലേ കേസ്, അപ്പോൾ നമ്മൾ ആ സമയത്ത് കണ്ടതാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് അറിഞ്ഞില്ലല്ലേ, കളിക്കുമെന്ന് തന്നെ അറിവിടെയായിരുന്നു. അപ്പോഴാണ് ഇവിടെ കയറാൻ കണ്ട ഈ സാധനം എടുത്ത് പൊക്കാൻ പറ്റും കേസ്, പക്ഷേ അത് നമുക്ക് ഇപ്പം പറ്റില്ല. അപ്പോൾ എനിക്ക് തോന്നി ചിലപ്പോൾ മിക്കവാറും നമ്മൾ വീണ്ടും ഇതുവഴി വരുമ്പം എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വഴി കൂടെ ഇവിടെ ഒന്ന് ഇറങ്ങുമായിരിക്കും, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അല്ലെങ്കിൽ ഇതുകൊണ്ട് ആ ഒരു സാധാരണ അത് പൊക്കാൻ പറ്റണേണ്. അവിടെ മറ്റേ വെള്ള പെയിൻ്റൊക്കെ ഉണ്ട്, വെള്ള പെയിൻറ്റിലാണല്ലോ സാധാരണ എല്ലാം നമുക്ക് വർക്കാവും. നമ്മളിപ്പോൾ പിടിച്ച് കയറുമ്പോഴൊക്കെ വെള്ള പെയിൻറ്റുള്ള വഴി നോക്കിയാണ് പോണത്, പക്ഷെ ഇവിടെ എന്ത് വർക്കായില്ല. സത്യം പറഞ്ഞാൽ ഇതിപ്പം കളിച്ചിട്ട് ഓവർ അല്ല വോയിസ് ഓവർ ചെയ്യണമെന്നാണ് ഇത്ര സംശയമാണ് കേസ്. കളിച്ചോട്ടേക്ക് ഇതിൻ്റെ പകുതി സംസാരിക്കാറില്ല, അത് നിങ്ങൾ മനസ്സിലാക്കണം. കളിച്ചോടിക്കുമ്പോൾ ഞാൻ ഗെയിമിലൊക്കെ പോയിട്ട് ഫോക്കസ്ഡ് ആവും കേസ്, അപ്പോൾ എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. എന്തൊക്കെ അതൊക്കെ ഇനി മാറ്റിയെടുക്കണം, സമയമുണ്ടല്ലോ കേസ്, സെറ്റ് ചെയ്യാം. ഞാൻ മാക്സിമം ഡെയിലി വീഡിയോ ഇടാനാണ് കേസ് നോക്കുന്നത്. ഇതിപ്പം 3 ദിവസം ഞാൻ അടുപ്പിച്ച് വീഡിയോ ഇട്ട്, ഇനി അങ്ങോട്ടും അതേപോലെ ഇടണം എന്നാണ് എൻ്റെ ആഗ്രഹം. നടക്കുമായിരിക്കും കേസ്. പിന്നെ ഇടയ്ക്ക് വെച്ചൊരു ഗ്യാപ്പ് പോലും കേസ് ഞാൻ പറയാം. ഇടയ്ക്ക് ഒരു 2-2.5 ആഴ്ച ഗ്യാപ്പ് വരും. ഞാൻ മാക്സിമം അതിൻ്റെ ബാക്കപ്പ് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് നോക്കാം. നടക്കാൻ ചാൻസ് കുറവാണ്, എന്നാലും ട്രൈ ചെയ്യാം കേസ്. അപ്പോൾ അത്രയും ദിവസത്തെ വീഡിയോ മിക്കവാറും പെൻഡിങ് വരും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നോക്കാം. പിന്നെ കുറേ നേരം ആ മരത്തിൽ ആ തൂണിൻ്റെ നിന്ന് കേസ്, പിന്നെയാണ് മനസ്സിലായി അപ്പുറത്തെ വെള്ളം മരത്തിലാണ്. ചെയ്യുമെന്ന് പറ. Must be smart or something, boy. You're a boy, aren't you? Ha! Does she have a name? I don't know. Rude bastard ain't ever asked mine, so ain't ever asked hers. Ah! Ha! What's yours? Brock. Vera Logan. Say, you're not gonna believe me, but that axe you got, it was me what made her. Me and my brother was one of our best.
So don't let nobody else go work on her except for us two. You gotta handle her special, or she'll wreck beyond fixing. I can enhance her for you right now if it so pleases you, son of a bitch. So what say you? You are right. I do not believe you. Come, boy. There's a rune in the shape of a fork under the സംഭവം grip. ഞാൻ പറയാന്ന് പറയുമ്പം നമ്മളിരിക്കുന്ന ആക്സ് യവനെ ഇവൻ്റെ ബ്രദറും കൂടെയാണ് ഉണ്ടാക്കിയാണ് പറയണം. അപ്പം പക്ഷേ ഇവർക്ക് തമ്മിലാണ്. അപ്പോൾ എനിക്ക് സംശയം എന്ന് പറയുമ്പം That was our ഈ brand, my ആക്സ് brother. യവൻ്റെ അല്ലെന്നാണ് എനിക്ക് തോന്നണം. അത് കഥയിൽ പറയുമെന്ന് എനിക്ക് അറിഞ്ഞൂടെ. യവൻ്റെ അല്ല, യവന് വേറെ എവിടെ നിന്ന് കിട്ടിയ ആക്സ് ആണ്. അപ്പം യവന്മാരാണ് ഇത് പണിഞ്ഞത്. എൻ്റെ കൂട്ടുകാരൻ ഇപ്പോൾ കൂടെ ഇല്ല. പക്ഷെ അവൻ അല്ല കൂട്ടുകാരൻ ബ്രദർ ഇപ്പോൾ കൂടെ ഇല്ല. Expect an improvement. പക്ഷേ അവനെ നമ്മൾ പേട്ടക്കണ താനോസ് എന്നാണ് കേസ്. സംഭവം ഇവനെ കണ്ടപ്പോൾ എനിക്ക് താനോസ് എന്ന് തോന്നിയപ്പോൾ ഞാൻ താനോസ് എന്നാണ് അവനെ വിളിക്കുന്നത്. അപ്പോൾ ഞങ്ങളോടുള്ള വീഡിയോസ് ഞാൻ താനോസിനെ വിളിക്കുള്ളൂ കേട്ടോ അല്ലേ കേസ്. നിങ്ങൾ ഓർത്ത് വെച്ചോ. പിന്നീട് ഞാൻ പറയുമ്പോൾ All my നിങ്ങൾക്ക് dumb ഈ brothers. ഹേർട്ട് ഫീലിംഗ് വരരുത്. But I മനസ്സിലായോ? got all the talent. Look! To work it is. ഇപ്പോൾ നോക്കിക്കോ കേസ്, കുറച്ച് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ തന്നെ നമ്മളെ കോയിനൊക്കെ തീർന്നു പോകും. നമ്മൾ ഇത്ര നേരം നമ്മൾ കഷ്ടപ്പെട്ട് ഓരോന്ന് വെട്ടിപ്പൊളിച്ചെടുത്ത കോയിൻസാണ് കേസ്. ഇപ്പോൾ തീരും, 2 സെക്കൻഡ് കൊണ്ട് തീരും. ഹാക്ക് സിൽവർ അങ്ങനെ എന്തോന്ന് തന്നെ പറയുന്നത് മറന്നുപോയി. അതാണ് മെയിൻ അപ്ഗ്രേഡ്. ഇപ്പം നമ്മൾ ചെയ്ത മെയിൻ അപ്ഗ്രേഡ് അതാണ്. അതായത് ഇപ്പം ഇതിൻ്റെ പവർ കൂടും, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പവർ കൂടും, അത്രേ ഉള്ളൂ. അല്ലാതെ പുതിയ സ്കില്ലൊന്നും അപ്ഗ്രേഡ് ചെയ്തിട്ടില്ല. അത്ര സ്കില്ല് നമ്മൾ അപ്ഗ്രേഡ് ചെയ്തിട്ടുള്ളൂ. പിന്നെ അവനും നമ്മളെന്തോ അപ്ഗ്രേഡ് ഒക്കെ ചെസ്റ്റ് ആർമർ നമ്മൾ ഇതായിരിക്കും തീരും വരാം. മീൻസ് ഇതേ തന്നെ നമ്മൾ അപ്ഗ്രേഡ് ചെയ്ത് പോകാനാണ് ചാൻസ്. കാരണം എനിക്കത് ഇഷ്ടപ്പെട്ടു. You're going, മറ്റേ might കവച last കൊണ്ടിലൊന്നും a എനിക്ക് day. അത്ര പിടിച്ചില്ലേ സംഭവം. What you need? കേട്ടോ ഒരു അപ്ഗ്രേഡ് നമ്മളെ പൈസ ഇല്ല. അതൊക്കെ എനിക്ക് അപ്ഗ്രേഡ് ഒന്നുണ്ട്. 10,000 കോയിൻസ് ഒക്കെ വേണം. നമ്മളത്ര ഇതും ഇല്ല. നമ്മളത് ഇല്ല. അതിൻ്റെ ബോ അപ്ഗ്രേഡ് ചെയ്തു, Arrows. അത് മാത്രമേ ചെയ്തു. അത് മാക്സിമം മാത്രമേ ചെയ്യുള്ളൂ എൻ്റെ വിശ്വാസം. Well, don't look now, but our friends who were hiding in the trees are back for more. Go on, give that axe a twirl. പരീക്ഷിക്കാൻ വേണ്ടി തന്നിട്ടാണ് ഇത്. വേറെ നല്ല എഫക്റ്റീവാണ്. നേരത്തെ അവനൊക്കെ നിങ്ങൾ കണ്ടായിരുന്നല്ലേ, ഇവനൊക്കെ നമ്മൾ മറ്റേ പെണ്ണമ്പിള്ള സ്ഥലത്ത് എത്ര അടി അടിച്ചിട്ടാണ് ചത്തത്. ഇപ്പോൾ നല്ല എളുപ്പത്തിൽ ചാവണുണ്ട്. അപ്പം നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് നമ്മൾ ആക്ച്വലി ചെയ്യുന്നതാണ്. കുറച്ച് ഡോജൊക്കെ ഈസിയാണ്. മാക്സിമം ഞാൻ ഡോജിനെ വെച്ച് കളിക്കണം. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് കിട്ടും അടി. എല്ലാ അടിയും ഡോജ് ചെയ്യാൻ പറ്റില്ല. ഏത് All can kill. Learn to do that too. I'm not sure. This road, it leads to the mountain. Should put you in the right direction, sure. Want to see my wares again? Come. It was nice meeting you, Brock. I'll be thinking of a name for your beast. How about I name her fucking Gratitude? Hey, fucking Gratitude, come over here. I like it. You left me to fight alone. I did. People are one thing. Everything else you fight. Until നേരത്തെ I എനിമി say വന്നപ്പോൾ ഇവൻ stop, കൂടെ you are ഫൈറ്റില്ലെന്ന് dead. മീൻസ് പറയണം. Stand. ഇവൻ അവനെ ഒറ്റയ്ക്കാക്കിയിട്ട് ഇവൻ മാറി എന്ന് പറഞ്ഞു. കള്ള വിടുക. Good then. ഇവിടെയൊക്കെ നമ്മൾ മാക്സിമം ലൂട്ട് എടുത്തിട്ടാണ് പോയി പോകണം. നിങ്ങൾ നോക്കിക്കോ, ഫുൾ ലൂട്ട്. ഞാൻ പിന്നെ കൊണ്ട് പറ്റണ എല്ലാ ലൂട്ടും എടുത്തിട്ടാണ് ഞാൻ പോണത്. ലൂട്ട് എടുക്കാൻ തന്നെ ഒരു അരമണിക്കൂർ നമ്മൾ അവിടെ മൊത്തം കറങ്ങിയാൽ അത് എങ്ങനെയാണ് എടുക്കാവുള്ളൂ എന്നുള്ള ഐഡിയ ഇട്ടുള്ളൂ. അതാണ് വേറൊരു സംഭവം. നമ്മൾ നോർമലി ലോങ് എടുക്കാൻ വെച്ചിട്ടുണ്ട് 40-45 മിനിറ്റൊക്കെ ഉള്ളത്. പക്ഷേ ഇതിപ്പോൾ അത്രയും ആണ് ഈ സംഭവം. അത് ഇടയ്ക്ക് വെച്ച് ഞാൻ ഒന്ന് കട്ടാക്കിയായിരുന്നു. കട്ടാക്കിയിട്ട് ഞാൻ വീട്ടിൽ റെക്കോർഡ് ചെയ്തപ്പോഴും Wait there. അതായത് ഒരു ദിവസം തന്നെ റെക്കോർഡ് ചെയ്യണം 2. പക്ഷേ
ഞാൻ ശ്രദ്ധിച്ചില്ല. ഏത് ഈ മൈക്കിൻ്റെ കാര്യം അത് ഞാൻ നൈസായിട്ടൊരു ഐഡിയ ചെയ്തു. അത് മറ്റേ സാധനത്ത് ആരും എന്തായാലും അവൻ മരിച്ചാവും എന്നും പറഞ്ഞപ്പോഴത്തേക്ക് ഒരുത്തേക്ക് ഇപ്പുറത്തെ അടി ചെയ്യുകയാണ്. അവനെ നല്ല കിട്ടിയ അടങ്ങിട്ട് എല്ലാം ചത്ത്. സിമ്പിൾ. ഒരു ടൈറ്റ് സാധാരണ. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ വീണ്ടും അവിടെ അവന്മാർ വന്നു. വേറെ കുറേ അവന്മാർ വന്നു. പിന്നെ അവന്മാരെ നമ്മൾ ഇട്ടന്നെ അടിക്കാൻ വിചാരിച്ച്. അല്ലെങ്കിൽ അല്ല ഞാൻ അപ്പുറത്തെ ആളൊന്നും അപ്പുറത്ത് കേട്ടാ സമയത്തുള്ള വേറെ എനിക്കാണെങ്കിൽ ഈ ആക്സ് എവിടെയെല്ലാം വച്ചിട്ട് ഫൈറ്റ് ചെയ്യണം ഭയങ്കര പാടാണ്. ഞാൻ അപ്പോഴപ്പോഴാ അതിനെ റീകോൾ, അതായത് മീൻസ് ആറടിച്ചാൽ അതിനെ റീകോൾ ചെയ്യും. ഇച്ചിരി പ്രശ്നമാണ് അത് സെറ്റ് ചെയ്യണം. വീണ്ടും പോകാൻ പിന്നെ ഞാൻ ഇവിടെ തന്നെ അടിച്ചു. ഞങ്ങൾ പോകാൻ വയ്യാത്തോണ്ട് ഇവിടെ തന്നെ അടിച്ചതാണ്. അവനെടുത്തോണ്ട് കൊടുക്കണ്ട. ഞാൻ ചപ്പോൾ ചത്തുന്നാണ്. ഇതിനോ ചത്തില്ല. വീണ്ടും ലൈഫ് ഉണ്ടായിരുന്നു. ഇത് ബ്ലോക്ക് ചെയ്യുമ്പോൾ അത് എഫക്റ്റ് ചെയ്യും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒന്നും പറഞ്ഞില്ല. നിശ്ചയ സാധനമാണ്. അത് വീണ്ടും ഇപ്പോൾ എടുത്തോട്ട് വരെ ഇറക്കിടിച്ച്. ഇവിടെ ഒരു പെട്ടിയുണ്ട്, മേളിലൊരു പെട്ടിയുണ്ട്. സോ രണ്ട് നമ്മളെടുക്കും. പിന്നെ അപ്പർ സൈഡിൽ എവിടെയും ഒരു പെട്ടിയുണ്ട്. അത് നമ്മളെടുത്തിട്ടാണ് ഈസ് പോകണം. നമ്മളെല്ലാ പെട്ടിയും എടുത്ത സത്യം പറഞ്ഞാൽ ഇവിടെ നമ്മളെല്ലാം ക്ലീൻ ആക്കിയിട്ടാണ് പോയത്. ഇവിടെ വലിയ പെട്ടികളൊന്നും ഇല്ല. ഇവിടെ നമ്മളിനി വരവെന്ന് പറഞ്ഞൂടാ. വന്നില്ലെങ്കിൽ നമ്മളെല്ലാം ക്ലിയർ ആക്കിയിട്ടാണ് പോയത്. എന്തായാലും ഞാൻ ചെറുക്കിനോട് ലൈഫ് കാണിക്കുന്നുണ്ട്. എനിക്ക് കുറച്ചുകൂടെ ടഫായിരുന്നു ഗെയിം. ലൈക്ക് ഇപ്പോൾ ചെറുക്കിന് ഇപ്പോൾ ലൈഫ് ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ അവനെയും കൂടെ കൂടുതൽ കെയർ ചെയ്യേണ്ടി വരും. ഇപ്പോൾ നമ്മൾ അവനെ അവിടെ കളയിട്ട് നമ്മൾ പോയാൽ അവൻ ചാവില്ല. നമ്മൾ പറയുന്നത് നമുക്ക് അറിയാമല്ല. ഏത് അതിനൊരു സെറ്റപ്പ് പൊട്ടിക്കാത്ത അവനും കൂടെ ലൈഫ് ഉണ്ടായിരുന്നെങ്കിൽ ഗെയിം ഭയങ്കര ഹാർഡായനെ ഉറപ്പാണ്. കാരണം അവനാണെങ്കിൽ തൊട്ടാ ചാവണ ഒരു പയ്യനാണ്. കഷ്ടപ്പെട്ട് അത് കണ്ടുപിടിച്ച് എന്തോ അവത്തിന് മേളിലോട്ട് നോക്കി. ഇതിൻ്റെ സത്യം പറ്റാൻ മേലോട്ട് അങ്ങനെ ഗെയിം കളിക്കുക ഗൈസ്. എല്ലാം മുകളിലാണ് കേട്ടാ. വേറെ ഗെയിം കളിക്കുക. ഇതിൽ നമുക്ക് ഉണ്ടായാലൂടെ എല്ലാം എല്ലാം എടുത്തിട്ടാണ് പോയത്. അവിടെ ഇനി ഒന്നും ബാക്കി വെച്ചിട്ടില്ല. ഫുള്ള് നമ്മൾ എടുത്തിട്ടാണ് പോയത്. പിന്നെ അത് കുറച്ച് മെയിൻ റിസോഴ്സ് ഉണ്ട് ഗൈസ്. അതായത് എന്തൊക്കെയോ ഉണ്ട്, അങ്ങനെ എന്തോ ഉണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് അറിഞ്ഞൂടെ. അതെടുക്കാതെ പോയാൽ നമുക്ക് പിന്നെ എന്തൊക്കെയോ കഥ മുന്നോട്ട് പോകില്ല. അങ്ങനെ എന്തോ ഉണ്ട്. പക്ഷെ അങ്ങനെയുള്ളതൊക്കെ അവർ നമ്മൾ പോകണ വഴിക്ക് നമുക്ക് എടുക്കുന്ന രീതി വയ്ക്കത്തുള്ളൂ. അതായത് ഒരു വിശ്വാസം. എല്ലാ വിശ്വാസമാണ് ഗൈസ്. അങ്ങനെ നമ്മൾ പുതിയ സ്ഥലത്ത് വന്നു. ആ പുതിയ സ്ഥലമല്ല, നമ്മൾ വന്ന സ്ഥലത്ത് തന്നെ. പക്ഷേ ആ മൗണ്ടൻ്റെ അടുത്ത് വന്നു ഗൈസ്. മൗണ്ടൻ കാണാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ വന്നിരുന്നു. Looks so big. Wish Mom was here to see it. Come, boy.
ഗൈസ് ഈ വീഡിയോ മാത്രമേ ഷോർട്ട് ആയിട്ടുള്ളൂ. അടുത്ത വീഡിയോ look at നമ്മൾ that. ലോങ് ആണ്. What is അടുത്ത വീഡിയോ ലോങ് ആണ്. Boy, അപ്പോൾ ഈ വീഡിയോ നിർത്താം ഗൈസ്. അപ്പോൾ There are ഗൈസ് runes ഓക്കെ, written along the side. ഇത്രേ ഉള്ളൂ ഈ ഇന്നത്തെ വീഡിയോ. നാളെയും വീഡിയോ ഇടുന്നതാണ് ഗൈസ്. സെക്കൻഡ് അല്ല എൻ്റെ 4th പാർട്ട് നാളെ വരും. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ, നാളെ കാണാം.